ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പികളാണ് കേട്ടോ. വീഡിയോ അധികം ലെങ്ത് ഒന്നുമില്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതൊരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് ഒന്നും കുക്കാക്കാറില്ല. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഒരു 2 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 1 കിലോ റൈസിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അതേ അളവ് തന്നെ ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പ്രിങ് ഓണിയനാണ് കേട്ടോ, നമ്മുടെ ഉള്ളിത്തൂമ്പ് എന്നൊക്കെ പറയുന്ന ഉള്ളിയുടെ ഇലയാണ്. അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്രീൻ ഭാഗവും അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ഭാഗവും രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം എല്ലാ കളറും കൂടെ ഒക്കെ മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒരുപാട് കുക്കാക്കി എടുക്കരുത് കേട്ടോ. ഫ്രൈഡ് റൈസിന് എപ്പോഴും ഒരു ഹാഫ് കുക്കാക്കി എടുക്കാറുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സോയ സോസിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. സോസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സോസൊന്നും ചേർക്കണില്ല. സോസിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന് ഒരു ടേസ്റ്റ് ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് ആവും കേട്ടോ. എല്ലാം പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ബസ്മതി റൈസാണ്. ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. ഉപ്പിട്ട് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ്. ഒരിക്കലും ഫ്രൈഡ് റൈസിന് ഒരുപാട് വേവിച്ചെടുക്കരുത് റൈസ് കേട്ടോ. ഒരു 1/4 വേവാകുന്ന സമയത്ത് നമ്മൾ ഊറ്റിയെടുത്താൽ മതി. വേറെ ഗരം മസാല ഒന്നും നിങ്ങൾ ആഡ് ചെയ്യരുത് കേട്ടോ. ഉപ്പിട്ടിട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി. ഇനി കുറേശ്ശെ റൈസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ റൈസ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. റൈസ് ഒരിക്കലും ഒട്ടിപ്പിടിക്കരുത് കേട്ടോ. നന്നായിട്ട് തന്നെ ഒരു 1/4 വേവാകുന്ന സമയത്ത് നമ്മൾ ഊറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് ചേർക്കണില്ല. അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഉടച്ചെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ഒഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ കിടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മുട്ട ഒഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രണ്ണം വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. എല്ലാവർക്കും മുട്ട ഇഷ്ടമുണ്ടാവില്ല, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൻ്റെ നമ്മൾ വഴറ്റിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് ഒന്ന് മാറ്റിയിട്ടാണ് ബാക്കിയുള്ളതിലേക്കാണ് ഞാൻ മുട്ട ചേർക്കുന്നത്. ഇവിടെ എല്ലാവർക്കും മുട്ട ചേർത്താൽ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് റൈസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ള കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ സാധാരണ കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇപ്പോൾ റൈസിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല റൈസാണ്, നല്ല ടേസ്റ്റാണ്. സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ കഷ്ണങ്ങളാക്കി കഴുകി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്.
തൈര് കൂടി പോകണ്ട കേട്ടോ, ഒരുപാട് പുളിപ്പ് ഈ ഒരു ബട്ടർ ചിക്കന് ആവശ്യമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം ബട്ടർ ചിക്കൻ ഒട്ടും സ്പൈസി അല്ലാത്തൊരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നന്നായിട്ട് തോന്നാറുള്ളത് കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യണം, ഇത്രയൊന്നും മസാല എല്ലാ ഭാഗത്തേക്കും ആവില്ല. ഇനി നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇതിന് ശേഷം നമ്മൾ ബട്ടറും ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരിക്കലും നമ്മൾ മുക്കി പൊരിച്ചെടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഒരുപാട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ഗ്രേവിക്ക് ഇടുന്ന സമയത്ത് ഈ ഇറച്ചിയിലേക്ക് ഒരു മസാലയും പിടിക്കൂല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ വേണത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ബട്ടറിൽ മാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാവും. നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ വേവ് കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഞാൻ ഇതേ ഓയിൽക്ക് തന്നെയാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതുപോലെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 2 വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിനി എക്സ്ട്രാ ബട്ടറൊന്നും ചേർക്കണില്ല, ആ ഒരു ബട്ടർ തന്നെയാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം. ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി ഒന്നും ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 തക്കാളി മതി കേട്ടോ, ഒരുപാട് പുളിപ്പ് ആവശ്യമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി 3 ചുവന്ന മുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഉണക്കമുളക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഞാൻ അരച്ചതിന് ശേഷം ആ ഒരു പാനൊക്കെ തന്നെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചുരട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചുരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല കൂടി പോരുത് കേട്ടോ, മസാല കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗരം മസാലയുടെ ടേസ്റ്റ് ആവും മുന്നിലുണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, ഒരിക്കലും നന്നായിട്ട് മൊരിയിച്ചെടുക്കരുത് നിങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഗ്രേവി ഇടുന്ന സമയത്തൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കൂല കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഞാൻ ചേർത്തിട്ടുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇലയാണ്, അത് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നത്, അധികം വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ആ ഒരു ക്രീമി ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, കസൂരി മേത്തി ചേർക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരും. പിന്നെ നമ്മൾ ബട്ടറിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു
സ്മെല്ലാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി കുറച്ച് ബട്ടറും കൂടെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.